ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലിങ്ക്ഡിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഒരു ലിങ്ക്ഡിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇപ്പോഴാണ് പ്രീമിയം ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോയിലും കൂടി ഒന്ന് ഷെയർ ചെയ്യാം, അറിയാത്തവർക്ക് ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഈ പറയും പോലെ ഇതിൻ്റെ മുന്നേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഒരു മാസം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര പ്രീമിയം ഫീച്ചേഴ്സിനെ പറ്റി അത്ര അറിയില്ലായിരുന്നു. ഞാൻ വെറും ലിങ്ക്ഡിൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഒരു 2-3 സർട്ടിഫിക്കേഷൻസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 മന്തിന് എന്തോ എനിക്ക് ഫ്രീ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ എടുക്കാത്ത യൂസേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ആദ്യത്തെ യൂസ് ഫുള്ളി ഫ്രീ ആണ്. 1 മന്ത് കംപ്ലീറ്റ് 1 മന്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചെക്കൗട്ട് ചെയ്ത് നോക്കും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആണ്. 1 മന്ത് നമുക്ക് അതിൻ്റെ മാക്സിമം യൂസ് ചെയ്യാം ലിങ്ക്ഡിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ എന്നുള്ളത്. പിന്നെ എനിക്ക് റേറ്റ് ഏകദേശം ഒരു 900 എന്തോ ആയിട്ടോ 1 മന്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ ഞാനതിൻ്റെ മാക്സിമം യൂസ് ചെയ്യാൻ ഇപ്പോൾ ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫീച്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് ലോങ് ആക്കുന്നില്ല വീഡിയോ. ഫസ്റ്റ് ഫീച്ചർ ഇൻമെയിൽ ആണ് കേട്ടോ. ഇൻമെയിൽ പറഞ്ഞൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടു. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ജോബ് റിക്രൂട്ടറിൻ്റെ ഡീറ്റെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ജോബ് റിക്രൂട്ടറിനെ മെസ്സേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചറാണ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിൽ നമുക്ക് 5 പേരെ അങ്ങനെ മെസ്സേജ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത് കേട്ടോ. എനിക്ക് എക്സാക്ട്ലി ഷുവർ അല്ല. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നത് 5 ഇൻമെയിൽ ക്രെഡിറ്റ്സ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1 മന്തിന് 5 ഇൻമെയിൽ ക്രെഡിറ്റ്സ് അങ്ങനെ ആയിരിക്കണം. ഞാനത് ഗ്യാരണ്ടി പറയുന്നില്ല, പക്ഷേ നിങ്ങളൊന്ന് എടുക്കുമ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പക്ഷേ ഈ ഫീച്ചർ ഉണ്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഫീച്ചർ വരുന്നത് പ്രൊഫൈൽ വ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെയും ചില പ്രൊഫൈൽ വ്യൂസ് നമുക്ക് കാണാറുണ്ട്. പക്ഷേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഉള്ള പ്രൊഫൈൽ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അതൊരു റിക്രൂട്ടറാണ് അല്ലെങ്കിൽ ഒരു പൊസിഷനിലെ ലീഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ ആയിട്ട് റീച്ച് ഔട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രൊഫൈൽ അവർ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവരെന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കണ്ടിട്ടുണ്ടാവും. അത് കാരണമാവും അവർ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ട് ജോബിന് വേണ്ടി അവരുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേജിൽ പോയി ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡ് ഫീച്ചർ. പിന്നെ ഒരു കാര്യം കൂടി, അങ്ങനെ ആരെങ്കിലും ചെക്കൗട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ മെസ്സേജ് ഇട്ടിട്ടില്ലെങ്കിലും ട്രൈ ടു കണക്ട് വിത്ത് ദം. പിന്നെ ഇൻസൈറ്റ്സ് ആണ്. നിങ്ങളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ഒരു ജോബ് പ്രൊഫൈൽ അല്ല, ഒരു ജോബ് റോളിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടുവെന്നുണ്ടെങ്കിൽ അതിൽ നോർമൽ യൂസേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രീമിയം ഇൻസൈറ്റ്സ് കിട്ടില്ല. ഓക്കെ, പക്ഷേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോബിൻ്റെ ഇൻസൈറ്റ്സ് കൂടുതലായിട്ട് കാണാൻ പറ്റും. എത്ര പേര് ഈ ജോബ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ലെവലിലുള്ള സീനിയോറിറ്റി ലെവലിലുള്ളവരാണ് ഈ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ളത്, പിന്നെ ഏത് ഗ്രാജുവേഷൻ ലെവലിലുള്ളവരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ജോബ് റോളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ടുവേർഡ്സ് ദി എൻഡ് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഞാൻ ടുവേർഡ്സ് ദി എൻഡ് വിഷ്വലി നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ വിഷ്വലി അത് എങ്ങനെയാണ് ആ ലിങ്ക്ഡിൻ പോർട്ടലിൽ കാണണം എന്നുള്ളത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഫോർത്ത് ഫീച്ചർ വരുന്നത് ലിങ്ക്ഡിൻ ലേണിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ ലേണിംഗ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എനിക്കിതിലത്തെ മെയിൻ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻമെയിൽ, ഞാൻ ആദ്യത്തെ ഫീച്ചർ പറഞ്ഞത് അതും, പിന്നെ ഈ ലിങ്ക്ഡിൻ ലേണിംഗ്. ഇത് രണ്ടുമാണ് എനിക്ക് കൂടുതലും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള 2 ഫീച്ചേഴ്സ് കേട്ടോ. ലിങ്ക്ഡിൻ ലേണിംഗിലായാലും നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് ഫ്രീ അല്ല, ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് അതിന് സർട്ടിഫിക്കേഷൻസ് അതിന് എടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഔട്ട്ഡേറ്റഡ് കോഴ്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2014-15 ഒക്കെ കോഴ്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് നോക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം ഇപ്പോൾ AI ഒക്കെ വന്നത് കാരണം ഒരുപാട് അപ്ഡേറ്റഡ് കോഴ്സസ് ലോഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ലിങ്ക്ഡിൻ ലേണിംഗിൽ പോയിട്ട് കോഴ്സ് എടുക്കാൻ നോക്കുക കേട്ടോ. ഔട്ട്ഡേറ്റഡ് കോഴ്സസ് എടുത്തിട്ട് ഇപ്പോൾ മീനിങ് ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്ഡേറ്റഡ് കോഴ്സസ് എടുക്കാൻ നോക്കുക. അതിൻ്റെ ഡേറ്റ് അതിൽ സ്പെസിഫൈഡ് ആണ്. അപ്ഡേറ്റഡ് കോഴ്സസ് അല്ലെങ്കിൽ ന്യൂലി ലോഞ്ച്ഡ് കോഴ്സസ് ഒക്കെ ഉണ്ടാവും, അത് നോക്കിയിട്ട് എടുക്കാൻ നോക്കണം. ഓക്കെ, അല്ലാണ്ട് ഔട്ട്ഡേറ്റഡ് കോഴ്സസ് എടുത്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ പോകുക. അപ്പോൾ അങ്ങനെ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ലിങ്ക്ഡിനിൽ നിങ്ങളൊരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ആ സർട്ടിഫിക്കേഷൻ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് പ്രൊഫൈലിൻ്റെ ബയോയിൽ സർട്ടിഫിക്കേഷൻ സെക്ഷനിൽ ആഡ് ചെയ്യാൻ നോക്കുക. അതൊക്കെ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. പിന്നെ അഡ്വാൻസ് സെർച്ച്, ഇതും ഒരു വൺ ഓഫ് ദി നല്ലൊരു ഫീച്ചറാണ് അഡ്വാൻസ് സെർച്ച്. കാരണം ഞാൻ പറയാൻ എന്താ വെച്ചാൽ
നമ്മൾ നോർമൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തന്നെ ഇപ്പോൾ അടുത്താണ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. നമ്മൾ ഇപ്പോൾ ഒരു ജോബ് പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് കഴിയും. അത് പിന്നെ നമുക്കത് നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങും, യുവർ ലിമിറ്റ് ഫോർ ദി ഡേ ഈസ് ഓവർ, അങ്ങനെ എന്തോ നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ വരും അതിൽ. പക്ഷേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് സെർച്ച് ചെയ്യാൻ പറ്റും. എത്ര നേരം നിങ്ങൾ സെർച്ച് ചെയ്താലും റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു വൺ ഓഫ് ദി നല്ലൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഞാൻ ഈ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്ന് വിഷ്വലി ആ പോർട്ടലിൽ എങ്ങനെ കാണിക്കണം എന്നുള്ളതും കൂടി നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ പേജിൽ ലാൻഡ് ആവും കേട്ടോ. ഈ പേജിൽ ഇങ്ങനെ ഓരോരോ ഫീച്ചേഴ്സ് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ തന്നെ നമ്മുടെ സ്കിൽസ് ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറ്റിയ റോൾസൊക്കെ നോക്കിയിട്ട് ഫിൽട്ടർ ഔട്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ റോൾസ് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്യും കേട്ടോ. അതാണ് ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് ഫീച്ചർ ആരൊക്കെ നമ്മുടെ പ്രൊഫൈൽ വ്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ട ഈ ഒരു പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കാണാം. ഇപ്പോൾ മാർച്ചിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ വ്യൂവേഴ്സ് കണ്ടോ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ഇൻസൈറ്റ്സ് നമ്മുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും. പിന്നെ ഈ താഴത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ നമ്മുടെ പ്രൊഫൈൽ വ്യൂ ചെയ്തു എന്നുള്ള ലിസ്റ്റ് നമുക്ക് താഴത്ത് സ്ക്രോൾ ചെയ്താൽ കാണാം കേട്ടോ. പിന്നെ അവിടെ തന്നെ മെസ്സേജിൻ്റെ അയക്കുന്നുണ്ട്. ഞാൻ ആ ഇമെയിൽ പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ മെസ്സേജും അവിടെ തന്നെ അയക്കാം. ഓക്കെ. തേർഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ചോയ്സ് സ്റ്റാൻഡ് ഔട്ട് ടു ദി റിക്രൂട്ടേഴ്സ്. ഇതും ബേസിക്കലി ആ ഫസ്റ്റ് ഫീച്ചർ മാതിരി പോലെ തന്നെയാണ്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റോൾസ് ഓട്ടോമാറ്റിക്കലി അവിടെ ഹൈലൈറ്റ് ആയിട്ട് വരും. പിന്നെ ഇപ്പോൾ ഈ ഫസ്റ്റ് ജോബ് റോൾ കണ്ടോ, ഇതിൽ താഴെ തന്നെ റിക്രൂട്ടറിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മെസ്സേജിൻ്റെ ഓപ്ഷനും ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മെസ്സേജും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഞാൻ ആ ടോഗിൾ ചെയ്യുന്ന ആ ഒരു ഏരിയ കണ്ടോ, അവിടെ ഷോ മാച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആനലൈസ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് തരും. നമ്മുടെ സ്കിൽസൊക്കെ ആനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജോബ് റോളിന് എത്ര സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ റെസ്യൂം ഉണ്ടാക്കാനുള്ള ഇതൊക്കെ AI യൂസ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ പ്രീമിയം ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയൊരു കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഇങ്ങനെയും വരുന്നുണ്ട് AI യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ. പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടുവേർഡ്സ് ദി എൻഡ് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ എൻഡിലേക്ക് നിങ്ങൾക്ക് ആ ആനലറ്റിക്സ് കാണും കേട്ടോ. ആ ഇൻസൈറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ അത് കാണും. എത്ര പേര് അപ്ലൈ ചെയ്തു, എത്ര പേര് ലാസ്റ്റ് ഡേ അപ്ലൈ ചെയ്തു, എത്ര സീനിയോറിറ്റി ലെവലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഇൻസൈറ്റ്സ് ഒക്കെ കാണാം. പിന്നെ മോർ ഇൻസൈറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് ഫൈൻഡ് പീപ്പിൾ ഹു ആർ ആക്റ്റീവ്ലി ഹയറിങ് ഫോർ ദ ജോബ് യു വോണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പീപ്പിൾ ലിസ്റ്റാണ് കേട്ടോ വരുന്നത്. ഇതിൽ ചിലപ്പോൾ ലീഡ്സ് ആവാം, ഹയറിങ് മാനേജേഴ്സ് ആവാം, റിക്രൂട്ടേഴ്സ് ആവാം, അങ്ങനെയുള്ള ഇപ്പോൾ കറൻ്റ്ലി ഹയർ ചെയ്യണ ആൾക്കാരുടെ ലിസ്റ്റാണ് വരുന്നത്. അവരുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യുക, പിന്നെ അവരെന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് ചെയ്തിട്ട് റീച്ച് ഔട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ ഞാൻ പറഞ്ഞ മാതിരി ലിങ്ക്ഡിൻ ലേണിങ്ങിൻ്റെ ആണ് കേട്ടോ. ഈ ലേണിങ്ങിൽ ഇതിൽ എഴുതിയ പോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, എക്സ്പേർട്ട് ലെഡ് കോഴ്സസ്, ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇതിലും AI ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളത് AI സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ഗോൾഡൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗോൾഡൻ ടിപ്പ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാതും ഒരു എന്താ പറയുക, ഒരു ഓർഡറിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ ലിങ്ക്ഡിനിൽ ജോബ് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പ്രൊഫൈലിലേക്കാണ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ ആ ജോബ് പ്രൊഫൈൽ, പിന്നെ ഏത് ലൊക്കേഷനാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ ലിങ്ക്ഡിനിൽ പോയി സെർച്ച് ചെയ്യുക ആദ്യം. ഓക്കെ. പിന്നെ അങ്ങനെ ഒരു ജോബ് പ്രൊഫൈൽ നിങ്ങൾ ഒരു റെലവൻറ്റ്, ഒരു സ്യൂട്ടബിൾ ജോബ് പ്രൊഫൈൽ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം പോയി അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ്ലി പോയിട്ട് ഒരു റിക്രൂട്ടറിനെ മെസ്സേജ് ചെയ്യരുത്. ആദ്യം ജോബ് സെർച്ച് ചെയ്തിട്ട് റെലവൻറ്റ് പൊസിഷൻ കണ്ടാൽ അതിൽ അപ്ലൈ ചെയ്യുക. അവരെങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ ആണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. പിന്നെ അതിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ റിക്രൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിക്രൂട്ടറിനെ മെസ്സേജ് ചെയ്യുക. ആദ്യം പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാൻ നോക്കുക. അഥവാ റിക്രൂട്ടറിൻ്റെ ഡീറ്റെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യുക HR
പീപ്പിൾ, പിന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക ആ കമ്പനിയുടെ നെയിം വെച്ചിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് ഒന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് കിട്ടും, HR-ൻ്റെ ലിസ്റ്റ് കിട്ടും. ആ പ്രൊഫൈൽസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ആരെങ്കിലും ഈ ജോബ് റോളിനെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇത് 1 ടിപ്പാണ്. അത് അല്ലെങ്കിൽ വൈസ് വേഴ്സ നിങ്ങൾ ട്രൈ ചെയ്യുക. പോസ്റ്റിനെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു കീവേഡ്, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ കീവേഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക വിത്ത് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റിൽ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യുക ആ റെലവൻറ്റ് ആ പെർട്ടിക്കുലർ പോസ്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ചെയ്ത ആളിനെ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യുക. HR-നെ മാത്രം റീച്ച് ഔട്ട് ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചില മാനേജേഴ്സ്, ചില ലീഡ്സ് ഒക്കെ ആയാലും ജോബ് പൊസിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പ്രൊഫൈൽ വ്യൂസ് എപ്പോഴും ചെക്കൗട്ട് ചെയ്യുക. എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ വ്യൂസ് ചെക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ചെക്ക് ചെയ്യും. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓക്കെ, റെലവൻറ്റ് ആൾക്കാർ ചെക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽസ് ചെക്ക് ചെയ്തിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ ലിങ്ക്ഡിൻ ലേണിംഗ് എന്തായാലും യൂസ് ചെയ്യണം. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ 1 മാസം എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ലിങ്ക്ഡിൻ ലേണിംഗിന് പറ്റുന്ന അത്ര സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ട് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. എന്നാലാണ് കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക്, പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക കേട്ടോ. അത് എനിക്ക് ഇപ്പോഴാണ് റിയലൈസ് ആയത്. പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിസിബിലിറ്റി, കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് ആ പോസ്റ്റ് എത്തുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ 900 rupees for month എന്ന് പറയുമ്പോൾ കുറച്ചാണ് അല്ലേ. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് 5 InMail ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ അത് 5 യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ എഫേർട്സ് ഇടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഹെൽപ്പായി എന്ന് വിചാരിക്കണു. കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വയറീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.